ഇന്ന് കുറുക്കൻ്റെ കല്യാണമാണ് കേട്ടോ. മഴയും വെയിലും വന്നാൽ കുറുക്കൻ്റെ കല്യാണം എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ അത് ഞങ്ങൾ പോണത് ഗ്രേസിൻ്റെ സ്കൂളിലേക്കാണ്. അപ്പോൾ സനുചേട്ടനില്ല. അപ്പോൾ അതുകൊണ്ട് മമ്മിയും ഞാനും സ്റ്റീവോട്ടനും കൂടി ഈ ഓട്ടോയിൽ ഗ്രേസിൻ്റെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ പ്രോഗ്രാമിന് ഗ്രേസ് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക്. അങ്ങനെ ഈ സ്കൂളിലെത്തി. ഗ്രേസ് പെർഫോം ചെയ്തത് ഞാൻ ചെറിയൊരു ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതേ സ്റ്റീവ് കുറച്ച് നേരം നല്ലോണം ഉറങ്ങി. അവിടെ കളിയൊക്കെ കഴിഞ്ഞ് ഗ്രേസും ഗ്രേസിൻ്റെ ഫ്രണ്ടും എല്ലാവരും ഉണ്ട്. നമ്മൾ ഒരുമിച്ചാണ് തിരിച്ചു പോണത്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എസ്രക്കുട്ടിയുടെ അനിയനാണ് എൻ്റെ ആദ്യമാണ് എൻ്റെ മടിയിലിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അതിനുശേഷം ഞാൻ ഫാം ഹൗസിലേക്ക് വന്നേക്കാണ്. ഇന്ന് എനിക്കാണ് കേട്ടോ ഡ്യൂട്ടി. സനുചാണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഡോഗ്സിനും പിന്നെ താറാവും കോഴി മുയൽ ഇവർക്കൊക്കെ തീറ്റ കൊടുക്കണ്ടേ. അപ്പോൾ അതിനുള്ള ഒരുക്കപ്പാടുകളാണ്. അപ്പോൾ മമ്മി വീട്ടിലുണ്ട്. അപ്പോൾ സ്റ്റീവൻ ഗ്രേസും മമ്മിയുടെ അടുത്ത് ഉണ്ട്. അപ്പോൾ ഇനി ഇവർക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ അതിനുള്ള ഇതാണ്. ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഇടയ്ക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ സനുജാൻ്റെ കൂടെ വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ വന്നേക്കുന്നതാണ് കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുഡിന് വേണ്ടി. ഇപ്പം മഴയൊന്നുമില്ല കേട്ടോ. മഴയൊക്കെ പോയി. നല്ല അടിപൊളി അന്തരീക്ഷമാണ്. അപ്പോൾ ഇവരെ ഒന്ന് ആദ്യം സംതൃപ്തിപ്പെടുത്തിയിട്ട് വേണം ബാക്കി ഉള്ളിലേക്ക് കയറി ബാക്കി ആൾക്കാരെയൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി നമ്മുടെ പിന്നാലെ ഇങ്ങനെ ഓടി വരും. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനെ അപ്പോൾ സനുജാന ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം ചെയ്യാനൊരു ധൈര്യമുണ്ട്. ആക്ച്വലി എനിക്ക് ധൈര്യമുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാനുള്ളതുകൊണ്ടായിരിക്കും ഈ ചെറിയൊരു വീണാട്ടമുണ്ട് ഇടയ്ക്ക്. ഇപ്പം അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇരുട്ടായി തുടങ്ങി. ഞാൻ ഇനി വീട്ടിലേക്ക് പോട്ടെ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഞങ്ങളുടെ പാടം നോക്കി അടിപൊളിയല്ലേ.